വൈദ്യരത്നം കുങ്കുമാതി തൈലം. കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം. ഒരാളായിരുന്നു എനിക്ക് ആ ഫാമിലിയിൽ ഇങ്ങനെ മിസ്സായിക്കൊണ്ടേയിരുന്നത്. ആ ആളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഡയറക്റ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതും ഇങ്ങനെ ഇൻവെർട്ടഡ് കോമയില്. കോടികൾ വാങ്ങി സിനിമ ചെയ്യുന്ന നിമിഷരവിക്ക് പോലും റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. അമ്പടാ, അപ്പോഴാണ് പുതുമുഖതാരം ഇതിൽ റെമ്യൂണറേഷൻ കിട്ടിയ ഒരാളെങ്കിലും ഉണ്ടോ? നിമിഷം ഹൻസിക ഒഴിച്ച് ബാക്കി എല്ലാരും വെൽ പെയ്ഡ് ആണ്. നിമിഷം അതെ, രണ്ടുപേരും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്റെ ആവശ്യമേ ഇല്ല. ഇനി നിന്റെ പെർഫോമൻസ് സീനാണ്, നീ പോയി കുറച്ച് വിഷമൊക്കെ ക്രിയേറ്റ് ചെയ്തോളൂ. നമ്മൾ കുറച്ച് ഹൻസിക്ക് എവിടെയെന്ന് പറഞ്ഞു നോക്കിയപ്പോ ഇവള് മാറി ഒരു മതിലിന്റെ അടുത്ത് മറ്റേ ഷമ്മിയെ പോലെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഞാൻ ഹൻസിക്കാന്ന് വിളിച്ചപ്പോ ഇവള് തിരിയുമ്പോ ഇവളുടെ കണ്ണ് ഫുൾ നിറഞ്ഞിരിക്കുക. അപ്പൊ ഹൻസിക്ക ചോദിക്കുക, ഇത്ര വിഷമം മതിയോ അതോ ഇതിൽ കൂടുതൽ വിഷമം? നമ്മളൊക്കെ മറ്റേ ഇങ്ങനെ കുഴപ്പമില്ല, ഇത്ര മതി. ഈ പൂക്കളെ കുറിച്ച് ഏറ്റവും അധികം കമന്റുകളും ഏറ്റവും അധികം അപ്രീസിയേഷനും കിട്ടിയത് അതിന്റെ DOP യെ കുറിച്ചാണ്. ഈ വക കാര്യങ്ങളിൽ നിമിഷിൽ എനിക്ക് നല്ല കൺവിക്ഷൻ ഉണ്ട്. നല്ല പണിയറിയാവുന്ന സിനിമയാണല്ലോ. അപ്പൊ നിമിഷിന്റെ ഐഡിയാസിലൊക്കെ ഞാൻ അതൊന്ന് വിട്ടുകൊടുക്കും. നിമിഷിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ കാശ് കൊടുത്തോളാം. I'll spend for it, you do what you want. അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരുന്നു. ആ ഇഷാനെ കൊച്ചിന് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എങ്കിലും കൊടുക്കായിരുന്നു. ഞാൻ കണ്ടു. നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൽ ഇഷാനെയും ഓസിയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനും ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്, നൈസ് ആയിട്ട് അങ്ങ് ഒഴിവാക്കിയ. ഞാൻ എവിടെയോ ഒരു കമന്റ് കണ്ടു, അഹാൻ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ മറ്റേതെങ്കിലും ഫ്രഷ് ഫേസസിന് വെച്ച് ചെയ്യും. എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത്രയും അഭിനയിക്കാൻ കൊതി മൂത്ത് നിൽക്കുമ്പോ എനിക്ക് തലയിൽ കൂടി പ്രാന്താണ്. വേറെ ആരെങ്കിലും അങ്ങനത്തെ ആഗ്രഹമുള്ളവര് ആ ആഗ്രഹം മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഈ വേറെ ആരോ തരുന്നില്ല, ഞാനെങ്കിലും എനിക്ക് കൊടുക്കട്ടെ. നമുക്ക് 4 പേർക്കുള്ള സിമിലാരിറ്റി മുഖത്ത് കുരുവൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് ഓസിക്കും ഇഷാനിക്കും ഉള്ളൊരു മെയിൻ സിമിലാരിറ്റി നമ്മുടെ ശബ്ദമാണ്. ഇഷാനിയുടെ ഒക്കെ ഫ്രണ്ട്സ് വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുത്താ പറയടൂ എന്ന് പറയുമ്പോ അവര് പറയും. ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ റിയാക്ഷൻ ആരുടെ ആയിരുന്നു, എന്തായിരുന്നു? ടീസർ കണ്ടപ്പോ ഞാൻ കീഴൊക്കെ വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഫുൾ വർക്കിന്റെ ഇടയിൽ എന്നെ ഒരു ഷോട്ട് പോലും കാണിച്ചില്ല. ഫൈനലിന് മുമ്പ് കാണിച്ച വല്ല ആവശ്യമില്ലാത്ത അഭിപ്രായം പറയുമെന്ന് വെച്ചിട്ട് ടീസർ TV-യിൽ പ്ലേ ചെയ്തപ്പോ ഞാൻ ചാടി കീറി വിളിച്ചു വാവ് എന്ന് പറയും. അവസാനം എന്റെ കണ്ണ് നിറഞ്ഞു, അമ്മൂന്റെ കണ്ണ് നിറഞ്ഞു, അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഭയങ്കര ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വളരെ സ്നേഹത്തോടെ പൂക്കൾ വിശേഷങ്ങളുമായി സ്വാഗതം ചെയ്യുന്നു അഹാന കൃഷ്ണ ആൻഡ് ഹൻസിക കൃഷ്ണ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ആൻഡ് മോർ ഓവർ അഹാനയുടെ എന്തെങ്കിലും ഒരു വർക്ക് വരണേ, ഒരു സിനിമ വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കും. എനിക്കും എന്തെങ്കിലും ഒരു സിനിമയോ മ്യൂസിക് വീഡിയോ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് വീണയുടെ ഇന്റർവ്യൂ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീണയ്ക്ക് അറിയാലോ, എന്ത് വന്നാലും പലപ്പോഴും വീണ ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീണയോട് ഇന്റർവ്യൂ ചെയ്യാൻ. സത്യമായിട്ടുണ്ട്. ഒരാളായിരുന്നു എനിക്ക് ആ ഫാമിലിയിൽ ഇങ്ങനെ മിസ്സായിക്കൊണ്ടേയിരുന്നത്. ആ ആളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ പൊതുവെ കേട്ടിട്ടുണ്ട് ഹൻസിക കുറച്ച് ഷൈ ആണ്, അങ്ങനെ നമ്മൾ ഈ യൂട്യൂബ് വ്ളോഗിലൊക്കെ കാണുന്ന അത്രയും കാര്യമായി സംസാരിക്കുന്ന ആളല്ലെന്ന്. സത്യത്തിൽ ഹൻസിക എങ്ങനെയാണ്? പബ്ലിക് സ്പീക്കിംഗ് സിറ്റുവേഷനിൽ കുറച്ച് ഷൈയോ നെർവസോ ആയിരിക്കും. പക്ഷെ അല്ലെങ്കിൽ പബ്ലിക് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഞാൻ ഭയങ്കര സംസാരം അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ മാത്രമാണ് ഷൈ പോലെ തോന്നും. പക്ഷെ ഒരു 2 മിനിറ്റ് ഒന്ന് കംഫർട്ടബിൾ ആയാൽ പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. എനിക്ക് കുറച്ച് ഷൈയാണ്ട് ആവശ്യമില്ല. കമോൺ ആണല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം പൂക്കളാണ്. അപ്പൊ നിറച്ച് പൂക്കളുള്ള 2 ഗിഫ്റ്റ് ബോക്സുകൾ നിങ്ങൾക്ക് 2 ആൾക്കാർക്കും സമ്മാന പൊതി എന്ന് പറയുന്ന ഒരു ടീമിൽ നിന്നാണ്. അത് സമ്മാന പൊതി എന്ന് പറയുന്ന ഗൗരി എന്ന് പറയുന്ന കുട്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് 2 ആൾക്കുമായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചെയ്തതാണ്.
അപ്പൊ ഏതായാലും പൂക്കളാണ് പുതിയ വിശേഷം. പൂക്കൾ നിങ്ങൾ രണ്ടുപേരും അതനുസരിച്ചുള്ള ഡ്രസ്സിങ്ങിലായിരുന്നോ ഇന്ന് ഇറങ്ങിയത്? തീർച്ചയായിട്ടും ഒരിക്കലും ഒരു കോയിൻസിഡൻസ് അല്ല, പ്ലാൻ ചെയ്തിട്ടതാണ്. ആണല്ലേ? ഹൻസികെ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോ? ചേച്ചി ഡയറക്റ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ഇങ്ങനെ ഇൻവെർട്ടഡ് കോമയില്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവെർട്ടഡ് കോമയിൽ ഇടണം, കാരണം പ്രൊഡ്യൂസർ റെമ്യൂണറേഷൻ കൊടുത്തിട്ടില്ല ഈ ആക്ട്രസിന്, അതുകൊണ്ട് അത് ഇൻവെർട്ടഡ് കോമയിൽ തന്നെ ഇടണം. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അമ്മു ഇപ്പം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും, അമ്മുനെ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആക്കണം. അപ്പം എനിക്കറിയായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഗോണ ബി എ ഗ്രേറ്റ് തിങ്, നല്ലപോലെ വരും എന്ന്. പിന്നെ എന്താ അമ്മ എവിടെയെങ്കിലും ഒരു ദേശീയകാരിയായ പ്രൊഡ്യൂസറായോ ഡയറക്ടറായോ? അങ്ങനെയില്ല. ഷീ വാണ്ട്സ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. സോ അതിൻ്റെ ഒരു സൈഡ് എപ്പോഴും നമ്മൾ കാണും. പക്ഷെ അതങ്ങനെ ദേഷ്യം കാരണം ആങ്കറിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇറ്റ്സ് ബിക്കോസ് ഷീ വാണ്ട്സ് ഇറ്റ് ദാറ്റ് വേ. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി നൈസ് വർക്കിംഗ് വിത്ത്. പിന്നെ ടീമിലുണ്ടായിരുന്ന എല്ലാവരും അമ്മൂന്റെ ഫ്രണ്ട്സും ആണ്, അപ്പോൾ എനിക്കും പരിചയമുള്ളത് തന്നെയായിട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ആണോ? നമ്മൾ ലൂപ്പിലിട്ട് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹൻസിക ബുദ്ധിമുട്ടിയ ഒരു സീൻ ഏതാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതായിരുന്നു ആ സീൻ? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഏതാ ചട്ടിപ്പൊട്ടുന്ന സീനാണോ? അതല്ല, ഏതാണെങ്കിലും ഏതാ തോന്നിയ? ഇഫ് അറ്റ് ഓൾ യു ഫെൽറ്റ് ലിറ്റിൽ ബുദ്ധിമുട്ട്? ഇല്ല, ഇറ്റ് വാസ് നൈസ്. എല്ലാം അങ്ങനെയല്ല. ഇപ്പൊ കുറെ പേര് വിചാരിക്കും ഞാൻ ആ കരയുന്ന സീൻ എനിക്ക് ഭയങ്കര ഫീൽ ആയിട്ട്. ഇത് നമുക്ക് സ്ഥിരം നടക്കുന്നതന്നെ. അല്ല എന്തെങ്കിലും അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇഫ് ഐ ബ്രേക്ക് സംതിങ് ഓഫ് യുവേഴ്സ്, ഓഫ് കോഴ്സ് യു വിൽ റിയാക്ട്. ഇപ്പൊ ഞാൻ അമ്മു എന്റെ അങ്ങനെ. അപ്പൊ യൂഷ്വലി എന്താണ് നടക്കുന്നത് അത് തന്നെ നമ്മൾ കാണിച്ചത്. അങ്ങനെ അമ്മുന്റെ എന്തെങ്കിലും ഷൂട്ടിങ് കാരണം ഞാൻ ഒറിജിനലി അല്ലല്ലോ ഷൂട്ട് ചെയ്യാൻ ഇവക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഞാൻ ഇവളോട് പറഞ്ഞു ഹൻസി, കാരണം ബാക്കിയെല്ലാം കാഷ്വൽ അല്ലേ, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പൊ കരയുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു ഹൻസിക ഇന്ന് നിന്റെ പെർഫോമൻസ് സീനാണ്, നീ പോയി കുറച്ച് വിഷമൊക്കെ ക്രിയേറ്റ് ചെയ്തോളൂ. നമ്മൾ കുറച്ച് ഹൻസിക്ക് എവിടെയെന്ന് പറഞ്ഞു നോക്കിയപ്പോ ഇവള് മാറി ഒരു മതിലിന്റെ അടുത്ത് മറ്റേ ഷമ്മിയെ പോലെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുവാണെ. നമ്മളിങ്ങനെ അപ്പൊ ഇവള് ഞാൻ ഹൻസിക്കാന്ന് വിളിച്ചപ്പോ ഇവള് തിരിയുമ്പോ ഇവളുടെ കണ്ണ് ഫുൾ നിറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ മറ്റേ ഇങ്ങനെ അയ്യോ ഹൻസിക. അപ്പൊ ഞാൻ ചോദിച്ചാ ശരി വന്നോ? അപ്പൊ ഹൻസിക ചോദിക്കാം ഇത്ര വിഷമം മതിയോ അതോ ഇതിൽ കൂടുതൽ വിഷമം? നമ്മളൊക്കെ മറ്റേ ഇങ്ങനെ കുഴപ്പമില്ല ഇത്ര മതി. എന്നിട്ട് അങ്ങനെ അത് അവള് ഭയങ്കര ഈസി ആയിട്ടാ ചെയ്തത്. അപ്പം ഇവള് വന്ന് ഈ ചെറുതായിട്ട് കരയുന്ന സീൻ ചെയ്യുമ്പോൾ ഞാനോർത്തു ഇപ്പൊ ഞാനുണ്ട് അവിടെ, ഫുൾ അവിടെ നിൽക്കുന്നത്. നിമിഷുണ്ട്, റിയ ഉണ്ട്, അമ്മയുണ്ട്, ഇഷാനി ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചപ്പോ ചെറിയൊരു ചമ്മല് കാണുമോ? ഒരു മരുന്ന് മറ്റേ ഇനിയും കരയണോ, കുറച്ചുകൂടി കരയണോ? ഇഷാനി ഇങ്ങനെയാണ് അവളുടെ ഒരു അല്ലാതെ ഇപ്പം അമ്മ മാറി നിക്ക് എനിക്ക് ചമ്മലാണ് ഇവക്ക് അങ്ങനെയൊന്നുമല്ല. ഷീ വാസ് ലൈക്ക് വെരി എക്സൈറ്റഡ് ടു ഡു ഇറ്റ്. അതുകൊണ്ട് ഒന്നും അവർക്ക് അങ്ങനെ ആ ഷോട്ട് കഴിഞ്ഞപ്പോ എല്ലാരും ഇവളെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതിനെ കാട്ടിലും എല്ലാരും ഹൻസിക നന്നായി ചെയ്തോട്ടെ. അപ്പൊ ഇവളുടെ ഓറ അങ്ങ് പൊങ്ങി. സത്യമായിട്ട് ഹൻസിക അങ്ങനെ ഒരു ഹൻസികക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ളതായിട്ടോ അങ്ങനെ ഒന്നും എവിടെയും ഫീൽ ചെയ്യാതെ തോന്നില്ല, പക്ഷെ ഉള്ളിലുണ്ട്. അതാണ് അങ്ങനെയുള്ള ചമ്മലുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലല്ലോ അല്ലെ? ആരെങ്കിലും കാണാൻ നിൽക്കുന്നതുകൊണ്ട് കരച്ചിൽ എങ്ങനെയാവും അങ്ങനെയുള്ള എന്തൊരു ടെൻഷനുകൾ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? ആക്ടിങ് എക്സ്പീരിയൻസിൽ അന്ന് എനിക്ക് അധികം തോന്നിയില്ലായിരുന്നു. ബിഫോർ ദ ഷോട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ അപ്പോൾ സെറ്റിൽ ഫുൾ കംഫർട്ടബിൾ ആയിരുന്നല്ലോ നമുക്ക് പരിചയമുള്ള ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അയ്യോ അങ്ങനെ ഒരു ചമ്മൽ അങ്ങനെ തോന്നിയില്ലായിരുന്നു. സോ ഇറ്റ് വാസ് ഫൈൻ. നല്ല രസമായിരുന്നു അന്നത്തെ ഫുൾ ഡേ. ഇറ്റ് വാസ് ഫൺ ആണ്. ഈ പൂക്കളെ കുറിച്ച് ഏറ്റവും അധികം കമന്റുകളും ഏറ്റവും അധികം അപ്രീസിയേഷനും കിട്ടിയത് അതിന്റെ DOP കുറിച്ചാണ്. അതായത് ഡയറക്ഷനെ കുറിച്ചും അഭിനയത്തെ കുറിച്ചും ഉള്ളതിനേക്കാൾ കൂടുതൽ കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചത് DOP കുറിച്ചായിരുന്നു. ഈ DOP ആയിട്ട് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഫൈറ്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ടോ? അധികം ഉണ്ടായില്ല. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് ഐഡിയ ഉണ്ടായ സമയം തൊട്ട് ഞാനിത് നിമിഷമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത് കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വിഷൻ ഒരു സിനിമാറ്റോഗ്രാഫറിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇത് ബിഗിനിങ് തൊട്ടേ ഞാനിത് ഷെയർ ചെയ്യുന്ന കാരണം നിമിഷ് വാസ് ഈക്വലി ഇൻവെസ്റ്റഡ് ഇൻ ദ ഹോൾ ജേർണി ഓഫ് പ്രിപ്പയറിംഗ് ഫോർ ദിസ് ആൻഡ് മേക്കിംഗ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷൻ അലൈൻഡ് ആയിരുന്നു. നമുക്ക് വേണ്ടത് സിമിലർ സാധനമായിരുന്നു. പിന്നെ ഈ വക കാര്യങ്ങളിൽ നിമിഷിൽ എനിക്ക് നല്ല കൺവിക്ഷൻ ഉണ്ട്. നല്ല പണിയറിയാവുന്ന സിനിമ ആണല്ലോ. അപ്പം
നിമിഷിന്റെ ഐഡിയാസിലൊക്കെ ഞാൻ അതൊന്ന് വിട്ടുകൊടുക്കും. കാരണം ഞാൻ ഇതിൽ എത്രത്തോളം ഇൻവെസ്റ്റഡ് ആണോ നിമിഷ് ഇതിൽ അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ നിമിഷിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാൻ കാശ് കൊടുത്തോളാം, ഞാൻ ആ ലെൻസ് എടുത്തരാം, ഞാൻ അത് ചെയ്യാം, ഐ സ്പെൻഡ് ഫോർ ഇറ്റ്, യു ഡു വാട്ട് യു വാണ്ട്, അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ക്രിയേറ്റീവ് ഫൈറ്റ്സ് ഒന്നും ഇല്ല, ഞാൻ അങ്ങ് വിട്ടുകൊടുക്കും. ഞാനിപ്പോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ നിമിഷില്ല അങ്ങനെയാണ് നല്ലതെന്ന് ഞാൻ പറയാം ഓക്കെ അങ്ങനെ ചെയ്തോ. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് ദാറ്റ് അവരെല്ലാവരും ഇപ്പൊ നിമിഷാണെങ്കിലും ഇതിന്റെ എഡിറ്ററും ഇത് ചേട്ടനാണെങ്കിലും ചില സാഹചര്യങ്ങളിലും ഇത് ചേട്ടൻ ഇപ്പൊ ഞാൻ പറയും ചേട്ടാ ഇങ്ങനെ അല്ലാതല്ലേ നല്ല, അപ്പൊ ചിലപ്പോൾ ഇത് ചേട്ടൻ പറയും ഇല്ല ഇത് നല്ലയാ ഇതായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങ് വിട്ടുകൊടുക്കും. കാരണം നമ്മളെല്ലാരും ഇതിനെ നമ്മുടെ സ്വന്തം കുട്ടിയെ പോലെയാണ് കാണുന്നത്. അപ്പൊ എല്ലാരും ആ കുട്ടിക്ക് ഏറ്റവും നല്ലത് എന്താണെന്നുള്ള ചിന്തിക്കുന്നത്. ഞാൻ എല്ലാരെയും അങ്ങ് വിശ്വസിച്ചങ്ങ് നിൽക്കും. അപ്പൊ ഫൈറ്റ് ഒന്നുമില്ല, എന്നാ എന്തോ അങ്ങനെ എനിക്ക് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറയും. അത് ഞാൻ പറയുമ്പോൾ അത് അവരും മനസ്സിലായി. അപ്പൊ ഈ പൂക്കൾക്ക് ആദ്യമായിട്ട് അഹാനയുടെ പേരായിട്ട് അല്ലെങ്കിൽ അഹാനയുടെ കൂടെയുള്ള ആളായിട്ട് ഹൻസികനെ സജസ്റ്റ് ചെയ്തതും നിമിഷാന്ന് പറഞ്ഞു. അതെങ്ങനെ ആ തോട്ടിലേക്ക് എത്തപ്പെട്ടത്? അത് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ വന്നു. ഒരു പ്രായമുള്ള ഒരാള് ഇരുന്ന് അവരുടെ സിബ്ലിങ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡ് ടൈമിലുള്ള ഒരു വിഷ്വൽ ഇരുന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അതെന്ത് ഫീലിംഗ് ആയിരിക്കും, അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഈ ഐഡിയ ഞാൻ നിമിഷിനോട് പറഞ്ഞപ്പോൾ നിമിഷ് പറഞ്ഞു ഇത് ഹൻസിക്കയും ആനയായിട്ട് ചെയ്താൽ നല്ലതായിരിക്കില്ലേ, കാരണം നിങ്ങൾക്ക് ഒരുപാട് ആക്ച്വൽ കുഞ്ഞിലത്തെ ഫുട്ടേജസ് ഉണ്ട്, അപ്പൊ യു ക്യാൻ അത് നല്ലതായിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശരിയാണല്ലോ. പിന്നെ ഇറ്റ് മെയ്ഡ് മോർ സെൻസ്. കാരണം ഇപ്പോൾ ഒരു പ്രായ വ്യത്യാസം അവിടെ വളരെ വ്യക്തമായി കാണിക്കണമെങ്കിൽ അത് ഞാനും ഹൻസിക്കയാണെങ്കിലാണ് കുറച്ചുകൂടി എളുപ്പം. ഇപ്പൊ ഈശ്വരനി സ്വാഭാവികമായിട്ടും എന്നെക്കാൾ ഇളയതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത്രയും ഒരു ഡിഫറൻസ് ഇല്ലല്ലോ. ഇപ്പൊ ഹൻസിക്കയെ കാണുമ്പോൾ പക്ക എന്നെക്കാൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹൻസിക എടുത്ത് ഒരു എക്സ്ട്രാ സോഫ്റ്റ് കോർണർ ഉണ്ട്. കാരണം എല്ലാവരും ഹൻസികനെ കാണുമ്പോൾ ഹൻസിക ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ ഇപ്പൊ ഓമിയെ കാണുന്ന പോലെ അത്ര കുഞ്ഞുനാളിൽ കണ്ടിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഹൻസിക എടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പം ഞാനും ആലോചിച്ചാൽ ശരിയാണല്ലോ, നല്ലൊരു ആചാരമായിരിക്കും. അങ്ങനെ വന്ന് അമ്മു അത് പറഞ്ഞപ്പോഴത്തേക്കും ഹൻസുവിന്റെ മനസ്സിലൂടെ എന്താണ് കടന്നുപോയത്? ഫസ്റ്റിനെ പറ്റി പറഞ്ഞത് 2.5 years മുന്നേ ആയിരുന്നു. ആണോ? അതെ. അന്ന് ഞാൻ ഫസ്റ്റ് ഇയറിലായിരുന്നു. 2023 വീണ ഈ ചാനൽ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് 2 വർഷം പോകേണ്ടി വന്നു അല്ലേ? ഓൾമോസ്റ്റ് 3. അപ്പൊ അമ്മ ഇങ്ങനെ ഒരു ഐഡിയ പോലെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതിലിപ്പോ മറ്റേ ജാപ്പനീസിന്റെ ഒരു സംഭവം കിൻസുക്കി എന്ന് പറയുന്ന അപ്പൊ അതൊക്കെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരുന്നു. അപ്പൊ ഞാൻ വെച്ചത് എന്താ സംഭവം, എനിക്ക് ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇയർ അമ്മ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ മൈൻഡിൽ കൂടെ ആലോചിച്ചു എങ്ങനെ ഇരിക്കും. അപ്പൊ ഈ മൈൻഡിൽ ആലോചിച്ച സംഭവം ആ ഷൂട്ടിങ്ങിന്റെ ഇടയിലൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി. മ്യൂസിക് വീഡിയോ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, അപ്പൊ ഇതായിരുന്നു അന്ന് അമ്മ പറഞ്ഞൊരു സംഭവം. അല്ല എന്നാലും ആദ്യമായിട്ട് അമ്മ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഓക്കെ ഡൺ പറയുമായിരുന്നോ ചെയ്ത്, അതോ ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മ ശരിയാവോ എന്നുള്ള കുറച്ച് ജാട ഇട്ടോ? ഇല്ല, ആദ്യം എനിക്ക് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു, അയ്യോ ഇതെങ്ങനെയാണ് എനിക്ക് ഡൗട്ടുണ്ടെങ്കിലും അമ്മ പറയുമ്പോ എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ അപ്പൊ തന്നെ പിന്നെന്താ അങ്ങനെ ആ രീതിയിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഹൻസികയുടെ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ റിയാക്ഷൻ ആരുടെ ആയിരുന്നു, എന്തായിരുന്നു? ടീസർ കണ്ടപ്പോ ഞാൻ കീറിയൊക്കെ വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ഫുൾ വർക്കിന്റെ ഇടയിൽ എന്നെ ഒരു ഷോട്ട് പോലും കാണിച്ചില്ല. ഒരു ഷോട്ട് പോലും കണ്ടിട്ടില്ലേ? അങ്ങനെയല്ല, ലൈക്ക് ഈ മേക്കിങ്ങിന്റെ പ്രോസസ്സിന്റെ ഇടയിൽ ഞാൻ മുഴുവൻ ചോദിച്ചിട്ട് അമ്മുവിനെ കാണിക്കും. ഇല്ല ഇല്ല ഞാൻ ഫൈനലായിട്ടേ കാണിക്കൂ അമ്മ അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ എനിക്ക് ഫൈനലിന് മുമ്പ് കാണിച്ച വല്ല ആവശ്യമില്ലാത്ത അഭിപ്രായം വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ മറ്റേ അയ്യോ ഈ ഷോട്ട് വേണ്ട അങ്ങനെ എല്ലാം പറയുന്ന വെച്ചിട്ട് നമുക്ക് കാണിക്കാത്തത്. പക്ഷേ ദാറ്റ് വാസ് സോ ഗുഡ് ബിക്കോസ് ടീസർ ടിവിയിൽ പ്ലേ ചെയ്തപ്പോൾ ഞാൻ ചാടി കീറി വിളിച്ച് വാവ് എന്ന് പറയും. ബിക്കോസ് അത് എത്രയും ദിവസം ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ ആദ്യമായിട്ട് അത് കാണുമ്പോൾ ഒരു ഫീലിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മ്യൂസിക് വീഡിയോ നമ്മൾ തലേ ദിവസമാണ് അമ്മേനെ എന്നെയൊക്കെ അമ്മ കാണിച്ചത്. സോ അത് കണ്ടുകൊണ്ടപ്പോൾ അവസാനം എന്റെ കണ്ണ് നിറഞ്ഞു, അമ്മൂന്റെ കണ്ണ് നിറഞ്ഞു, അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഭയങ്കര ഒരു വാവ് ഫീലിംഗ് ആണ്. എന്റെ മനസ്സിൽ ആദ്യം തോന്നിയ ഒരു കാര്യം എന്താന്ന് പറയട്ടെ, അഹാന നന്നായി പാടുന്ന ആളാണല്ലോ, അഹാന എന്താ ഈ പാട്ട് പാടാതിരുന്നത് എന്നായിരുന്നു. അത്രയും പാടാനുള്ള കഴിവില്ല. പക്ഷെ അങ്ങനെ പറയല്ലേ, അത് ഞാൻ ഇങ്ങനൊരു പാട്ട് പാടിയാ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പറയും പക്ഷേ അഹാന പാടണ്ടായിരുന്നു. കാരണം ഞാൻ ഇതിന്റെ ഒരു കവർ വേർഷൻ പാടിയിട്ടുണ്ട്, നമ്മളൊരു 10 days കഴിയുമ്പോൾ റിലീസ് ചെയ്യും. എനിക്ക് എന്റെ സിംഗിങ് എബിലിറ്റീസ് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി സ്ലോവർ ആയിട്ടുള്ള പാട്ടുകൾ, സ്ലോവർ മോഡുലേഷൻസ് പാടാനാണ് എനിക്ക് കുറച്ചുകൂടി വരുന്നത്. സോ ഇതിന് ഐ തിങ്ക് വെൻ ദ പേസ് ഇസ് ഹയർ, ഓക്കെ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചാൽ എനിക്ക് പാടാം, പക്ഷെ
എനിക്കിവിടെ അതും കൂടി ചെയ്ത് തെളിയിക്കണം എന്നൊന്നും ഇല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു പാട്ടുകാരി ആവണം അങ്ങനത്തെ ഒരു ആഗ്രഹവും എനിക്കില്ല. അപ്പം ഇറ്റ് ജസ്റ്റ് മേഡ് സെൻസ് ടു ഗെറ്റ് ഇൻ എ റിയലി ഗുഡ് സിംഗർ. കാരണം അത് നമുക്കും ഭയങ്കര നല്ലതല്ലേ. അതെ അതെ അതെ. ഞാനത് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പാടി പൊലിപ്പിക്കുന്നതിനെക്കാട്ടിലും കിടിലമായിട്ട് പാടുന്ന ഒരാൾ വന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ ചുറ്റിനും എത്ര കിടിലമായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടറും ആരും അങ്ങനെ പറഞ്ഞില്ല. ആരും അങ്ങനെ ഒന്നും അതെ ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ അല്ലേ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അതായത് ആദ്യം നമ്മളിത് ജെയ്ക്ക് ചെയ്ത് കമ്പോസ് ചെയ്ത സമയത്ത് ചുമ്മാ ഒരു ഫീമെയിൽ വോക്കലിൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ വീട്ടിൽ പോയിട്ട് ഞാൻ പാടാറുണ്ടായിരുന്നു. വെറുതെ നമുക്ക് തന്നെ അറിയാം ഇത് എങ്ങനെയാണെന്ന്. പിന്നെ അവിടെ നിന്ന് പിന്നെ ആരും നിർബന്ധിച്ചതും ഇല്ല. പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ബട്ട് ഓൺ എ സീരിയസ് നോട്ട് അങ്ങനത്തെ ഒരു ആഗ്രഹവും എനിക്കും ഇല്ല, ഉണ്ടായിരുന്നില്ല അല്ലേ. ഈ ഡയറക്റ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അഭിനയിക്കുക എല്ലാം കൂടെ ഒരു ടഫ് ടാസ്ക് ആയിരുന്നു. ഈ ഡയറക്റ്റ് ചെയ്യുക, ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആക്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും കൂടിയാണ് ഇങ്ങനത്തെ ഇത് ചെയ്യുമ്പം ഇങ്ങനത്തെ ഇത് ചെയ്യുന്നതേ അഭിനയിക്കാനല്ല, ചെയ്യുന്നത് മേ ബി ഒരു കഥ പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്, ഐ മീൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് അഭിനയിക്കാനുള്ള അത്ര കൊതിയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അതിൽ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള റോളാണെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കും. ഞാൻ എവിടെയോ ഒരു കമന്റ് കണ്ടു, അഹാന ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും ഫ്രഷ് ഫേസസിന് വെച്ച് ചെയ്യും. എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ ഇത്രയും അഭിനയിക്കാൻ കൊതി മൂത്ത് നിൽക്കുമ്പോൾ എനിക്ക് തലയിൽ കൂടി പ്രാന്താണോ വേറെ ആരെങ്കിലും അങ്ങനത്തെ ആഗ്രഹമുള്ളവര് ആ ആഗ്രഹം മാറ്റി വെക്കുന്നതാണ് നല്ലത്. കാരണം എനിക്ക് അത്ര കൊതിയാണ് ആക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ. അപ്പൊ എനിക്ക് വേറെ ആരോ തരുന്നില്ല, ഞാനെങ്കിലും എനിക്ക് കൊടുക്കണ്ടേ. അപ്പോ ഷാഹാൻ ഇങ്ങനെ പറയല്ലേ കേട്ടോ, എനിക്ക് സത്യമായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, എനിക്കറിയാം അത് വരും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി. ബിക്കോസ് ഇപ്പം നമ്മളൊരു ആക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സെറ്റിൽ ഫ്രീ ടൈം കിട്ടുമല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഫോണൊക്കെ ഉപയോഗിച്ചിരിക്കാം. അപ്പൊ ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഫോൺ ഉപയോഗിച്ചിരിക്കും. അപ്പോഴും ഞാൻ ഓർക്കും ദൈവമേ ഞാൻ ഷോട്ട് റെഡിയായോ, ഞാൻ എണീറ്റ് ഓടും. അപ്പം അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഡയറക്റ്റ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ബി ബോതർഡ് അബൌട്ട് ഹൗ ആർ യു ലുക്കിംഗ് ഫൈൻ, ഈസ് യുവർ ഹെയർ ഓക്കെ, ഈസ് യുവർ ഫേസ് ഓക്കെ, ഫേസ് ഓയിലി ആയോ, കോസ്റ്റ്യൂം ഓക്കെ ആണോ, ഇതിനെപ്പറ്റി ബോദർ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർ അല്ലാന്നുണ്ടെങ്കിൽ ഷൂട്ട് ഇച്ചിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്, എന്നാലും ബോദർ ആവേണ്ട ആവശ്യമില്ല. ഇന്ന് ഷൂട്ട് ലേറ്റ് ആയി പോയാൽ നാളത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ആവും, അത്ര ചിന്തിച്ചാൽ മതി. ബട്ട് വെൻ യു ആർ ദ പ്രൊഡ്യൂസർ യു നോ ഫോർ എ ഫാക്ട് ദറ്റ് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ആയ നമുക്ക് ഇത്ര കാശ് ബഡ്ജറ്റ് ഔട്ട് ഓഫ്. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ്, അതല്ലാന്ന് പറയത്തില്ല. പക്ഷേ ഇതൊരു കുഞ്ഞു പ്രോജക്റ്റ് അല്ലേ. ഇതിലും മറ്റേ വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന എത്ര പേര് ഇതെല്ലാം കൂടി ചെയ്യുന്നു. അപ്പം അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ഇറ്റ് ഈസ് ചാലഞ്ചിങ് ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓൾസോ നൈസ് ടു ഹാവ് ഫുൾ കൺട്രോൾ. ഞാനൊരു കൺട്രോൾ ഫ്രീക്ക് ആണ്. അപ്പം ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ നമ്മൾ തന്നെ ആകുമ്പോൾ അല്ലേ വി ഹാവ് കൺട്രോൾ ഓവർ ദി എൻറ്റയർ തിങ്. എന്ന് പറഞ്ഞപ്പോൾ ഒരു BTS ഫോട്ടോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും വാവ്, എനിക്ക് ആരോടും ചോദിക്കണ്ട, ഞാനിത് ഇട്ടോട്ടെ, അത് ഓക്കെ ആണോ, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എല്ലാ ക്രിയേറ്റീവ് ഡിസിഷൻസിലും നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി. ഹൻസികയ്ക്ക് റെമ്യൂണറേഷൻ എന്താ തരാത്തേന്ന് അമ്മൂനോട് എന്താ ചോദിക്കാത്തെ? അത് അവർക്ക് തന്നെ അറിയാം, അല്ലെങ്കിലേ ബഡ്ജറ്റ് ചോദിച്ചില്ല, എന്തെങ്കിലും അത് അറിഞ്ഞു കൊടുക്കും. അതെ, എന്തെങ്കിലും അറിഞ്ഞു കൊടുക്കും നമുക്കറിയാം. ആണ്. അല്ല, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ ചേച്ചി എനിക്ക് ഇതിന് റെമ്യൂണറേഷൻ തരുമായിരിക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഐ തിങ്ക് ഇതിനെപ്പറ്റി പണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അപ്പോൾ എനിക്ക് എന്ത് കിട്ടും അങ്ങനെ ഇൻ റിട്ടേൺ ഉള്ള രീതിയില്ല. ഞാൻ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, അല്ല ക്യാഷ്വലായിട്ട് ഞാൻ ചോദിച്ചത്, ഫൺ രീതിയിലെന്ന് ചോദിച്ചത്. അത് ഞാൻ റെമ്യൂണറേഷൻ തന്നെ പറ്റും ആ രീതിയിലല്ല ചോദിച്ചത്. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഇൻ റിട്ടേൺ. അങ്ങനെ കോടികൾ വാങ്ങി സിനിമ ചെയ്യുന്ന നിമിഷ് രവിക്ക് പോലും റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പുതുമുഖതാരം പാവടാ പോട്ടടാ. അപ്പൊ ഞാനൊരു സത്യം ചോദിക്കട്ടെ, ഇതിൽ റെമ്യൂണറേഷൻ കിട്ടിയ ഒരാളെങ്കിലും ഉണ്ടോ? അയ്യോ, റെമ്യൂണറേഷൻ കിട്ടിയ നിമിഷം ഹൻസിക ഒഴിച്ച് ബാക്കി എല്ലാരും വെൽ പെയ്ഡ് ആണ് അല്ലേ? നിമിഷം ഹൻസികയ്ക്ക് മാത്രം പേയ്മെന്റ് ഇല്ലാണ്. നിമിഷം അതെ, രണ്ടുപേരും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് കണ്ട കുറച്ച് എന്താ പറയാ മിക്സ്ഡ് കമന്റുകൾ എടുത്തു വെച്ചിട്ടുണ്ട് പൂക്കളെ കുറിച്ച്. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു റിയാക്ഷൻ പറയാമോ? വെരി നൈസ്. ആ ഇഷാനി കൊച്ചിനൊരു ഗസ്റ്റ് അപ്പിയറൻസ് എങ്കിലും കൊടുക്കായിരുന്നു. അത്
ഞാൻ എന്താ പറയാ, ഇതില് തോന്നൽ കേക്കിന്റെ വക ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. ഇതില് ഇഷാനിനെ സത്യം തോന്നൽ കേക്ക് വരെ ഗസ്റ്റ് അപ്പിയറൻസ് വന്നു. ഇഷാനിയെ ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ കേറ്റാൻ വകയില്ലായിരുന്നു. അത് കാരണമാണ്. ഇൻഫാക്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, ഒരു ഏരിയയിൽ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഇഷാനിയെ ഓസിയെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ അതും കണ്ടു. അതിനും ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്, നൈസ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്കോപ്പ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇനി ഭാവിയിൽ അടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗസ്റ്റ് അപ്പിയറൻസ് അല്ല, ഫുൾ അപ്പിയറൻസ് തന്നെ നമുക്ക് കൊടുക്കാം. ശരി, ലാസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ അറിയാതെ മനസ്സിൽ ചിരി വന്നു പോയി. അമ്മു ആൻഡ് ഹൻസുവിന്റെ ഫ്യൂച്ചർ ലുക്ക്, ഇറ്റ് വാസ് നൈസ്. എവിടെ നിന്ന് കണ്ടുപിടിച്ചു ആ രണ്ട് അമ്മൂമ്മമാരെ? ഓക്കെ, സോ ബേസിക്കലി അതില് ഹൻസികയുടെ ആ ഗ്രാൻഡ് മദർ വേർഷനായിട്ട് ആക്ട് ചെയ്ത ലെന, ആക്ട്രസ് ലെനയുടെ അമ്മയാണ്. അത് ശരി, ടീന എന്നാണ് ആന്റിയുടെ പേര്. അപ്പൊ ഞാന് ഒരു ആഡ് ചെയ്ത സമയത്ത് എന്റെ ഗ്രാൻഡ് മദർ ആയിട്ട് ആന്റിയാണ് അതിൽ ആക്ട് ചെയ്തത്. അപ്പൊ ആന്റി ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ആന്റി ലൈക്ക് അബൌട്ട് 65 ആ ഏജ് ആണ്. ആന്റി അന്ന് സെറ്റ് വന്നത് തന്നെ ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട്. അപ്പൊ എനിക്കത് ഭയങ്കര, ഐ ഫൗണ്ട് ഇറ്റ് സോ ക്യൂട്ട് ആൻഡ് ഷീ ഈസ് എ വെരി ക്യൂട്ട് പേഴ്സൺ. ഓക്കെ, ഭയങ്കര ചേർപ്പിയാണ്, ഭയങ്കര ബബ്ലിയാണ്, അങ്ങനത്തെ ഒരു എനർജി. അപ്പം അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചു ശരിയാണ്, എനിക്ക് ഹൻസുമായിട്ട് എന്തോ ഒരു സിമിലാരിറ്റി തോന്നി മൊത്തത്തിൽ. ഹെയറും ഹെയർ നമ്മൾ കേൾ ചെയ്താണ്. ആന്റിയുടെ ഹെയർ ഒറിജിനലി വേവിയാണ്. പക്ഷെ അന്നേ ഞാൻ മനസ്സിൽ വെച്ചു ഹൻസുമായിട്ട് ആക്ച്വലി ആന്റി ചേരുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ആന്റിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആന്റി ഓക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഗ്രാൻഡ് മദർ വേർഷൻ ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് ഈ മ്യൂസിക് വീഡിയോയുടെ, ജയേഷ് എന്ന് പറഞ്ഞാൽ, ജയേഷിനോട് ചോദിച്ചു, ജയേഷ് എനിക്ക് ഇങ്ങനെ ഒരാളെ വേണം, കുറച്ച് ഓപ്ഷൻസ്. ജയേഷ് ആദ്യം അയച്ച 2-3 ഓപ്ഷൻസിൽ ഒന്ന് ഈ ആന്റി ആയിരുന്നു. ആന്റിയുടെ പേര് സുശീല എന്നാണ്. ആന്റിയുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ മറ്റേ ഇങ്ങനെ വാവ്, എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ആയത് എന്റെ ഒരു ഐബ്രോ, ഇതാണോ എന്നറിയില്ല, ഏതോ ഒരു ഐബ്രോ ഇച്ചിരി പൊങ്ങിയായിരിക്കുന്നത്. ആന്റിയുടെ ഒരു ഐബ്രോ അതേപോലെ പൊങ്ങിയായിരിക്കുന്നത്. ഐ വാസ് ലൈക്ക് ബസ് മതി, ഇത് മതി. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ആന്റിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയത്, അച്ഛന്റെ സൈഡ് ഓഫ് ദ ഫാമിലിയിൽ കുറെ അമ്മൂമ്മമാരുണ്ട്, ഇതേപോലെ ഇരിക്കും കാണാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഈ അമ്മൂമ്മ ആന്റി അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ സുശീല എന്ന് പറയുന്ന ആന്റി വന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്യൂച്ചർ ലുക്ക് കണ്ടപ്പോ ഹൻസൂന് എന്താ തോന്നിയേ? പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കൂടുതൽ അമ്മുവിന്റെ ഓൾഡ് വേർഷൻ കണ്ടാണ്. എന്റെ അവര് ആയിരുന്നു എന്നൊക്കെ. ആണോ? അത്രയൊക്കെ അത് ഒരു ലക്കിലങ്ങ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തേടി കണ്ടുപിടിച്ചല്ല. ചിലത് നമ്മൾ വന്ന് വീഴും എന്ന് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. പിന്നെ അവരുടെ സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഥാപരമായിട്ട് മാറ്റിയിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് നമ്മളെ പോലെ സിമിലർ. ഈ അമ്മൂമ്മമാരെ കണ്ടിരുന്നോ ഹൻസു അതിന് മുന്നേ? അതോ ഔട്ട് ഇറങ്ങിയപ്പോഴാണ്? എന്റെ അമ്മൂമ്മയല്ല, ഞാനായിട്ട് അമ്മൂമ്മ വേർഷനായിട്ട് അഭിനയിക്കുന്ന ആന്റിനെ അന്ന് കണ്ടു പരിചയപ്പെട്ടു. വെരി ക്യൂട്ട്. ഞാൻ പറയാം മുടിയൊക്കെ എന്നെ പോലെ കേളിതല്ലോ വാവോന്ന്. നിങ്ങളുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ 4 മക്കളും 4 പോൾസ് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതായത് അഹാന ഒരു ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ്, ആ ഒരു ലൈനിൽ പോകുന്നു. ഓസി അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു ലൈനിൽ. ഇഷാനിയാണെങ്കിൽ മറ്റേ ഒരു കൺഫ്യൂസ് ദേശീയമായിട്ട് ഇതിന്റെ ഇടയിൽ എങ്ങനെ നിൽക്കുന്നു. ഹൻസു ആണെങ്കിൽ ഒരു മറ്റേ ജെൻസി ലൈനിൽ പോകുന്നു. ഈ 4 പേരും നിങ്ങൾ തമ്മിൽ 4 പേർക്കും മാച്ച് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എനിക്കും ഇഷാനിക്കും ഹൻസികയ്ക്കും അല്ല, എനിക്ക് ഓസിക്കും ഇഷാനിക്കും ഉള്ളൊരു മെയിൻ സിമിലാരിറ്റി നമ്മുടെ ശബ്ദമാണ്. വീട്ടിൽ ഓരോരുത്തർ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് പറ്റിക്കാറുണ്ട്. അവരുടെ ഇഷാനിയുടെ ഒക്കെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്താ പറയടോ എന്ന് പറയുമ്പോൾ അവർ പറയും, അവർ കാര്യങ്ങളൊക്കെ പറയും. ഒരു പോയിന്റ് എനിക്ക് ചിരി വരുവേ. അപ്പൊ അവര് ചോദിക്കും ചേച്ചിയാണല്ലേ. അപ്പം അത് ഞാൻ മാത്രമല്ല അമ്മയ്ക്കും അത്. അപ്പം നമുക്ക് 3 പേർക്കും ആ സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് 4 പേർക്കുള്ള സിമിലാരിറ്റി മുഖത്ത് കുരുവൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കും ഇല്ലെന്നുള്ളതാണോ? അറിയാത്തതാ നമുക്ക്. ആക്ച്വലി എന്നെ എന്തിനാ വോയിസിന്റെ കാര്യത്തിൽ ഔട്ടാക്കിയത്? എന്റെ നിങ്ങളെ പോലെയല്ലേ? എന്റെ ഓസിയുടെ സംസാരമൊക്കെ ഒരുപോലെയാണ്. എന്നെ എന്തിനാണ് ഔട്ടാക്കിയത്? പിന്നെ നമ്മളെ കാണാൻ സിമിലർ ആണ്. ഓസിക്ക് ഇപ്പം ഇഷാനിക്കും എനിക്കും ഹൻസികയ്ക്കുമാണ് ലുക്ക് സിമിലാരിറ്റീസ് ഒരുപാടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ണ്, അങ്ങനെ ഓരോരോ സിമിലാരിറ്റി. നമ്മൾ വൈബൊക്കെ കുറച്ച് വൈബ് സിമിലർ ആണ്. ഇപ്പൊ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന കാര്യങ്ങള് സിമിലർ ആണ്. ഇപ്പൊ നമുക്ക് ബോറായിട്ട് തോന്നുന്ന കാര്യങ്ങള് സിമിലർ ആണ്. ഇനി മറ്റൊരു കമന്റ് എന്ന് പറഞ്ഞാൽ, നോട്ട് ആസ് മച്ച് as തോന്നൽ ബട്ട് സ്റ്റിൽ ഫൈൻഡിങ് ദ പീസ് ഐ ഓൾവേസ് ഫെൽറ്റ് വാച്ചിങ് യുവർ വീഡിയോസ്.
ആ ഒരു കമന്റ് പലയിടത്തും ഞാൻ കണ്ടു. തോന്നലിന്റെ അതിനേക്കാൾ മുകളിൽ പോയില്ല, ഒരു പക്ഷെ അതിനൊപ്പം നിന്ന വീഡിയോ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഉണ്ടായോ? ഇല്ല, ഐ ഗെറ്റ് ഇറ്റ്. അതായത് ആൾക്കാർക്ക് ഒരു കമ്പാരിസൺ തോന്നുക എന്നുള്ളത് നാച്ചുറൽ ഉണ്ടാവുക എന്നുള്ളത് നാച്ചുറൽ ആണ്. ഞാൻ ആസ് എൻ ഓഡിയൻസ് ചില ഫിലിം മേക്കേഴ്സിന്റെ വർക്ക് വരുമ്പോൾ ഞാനും അത് കമ്പയർ ചെയ്യാറുണ്ട്, അവർ മുന്നേ ചെയ്തിട്ടുള്ള സാധനം. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർഹാപ്സ് ഞാനത് അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ഇപ്പൊ ആൾക്കാർ തോന്നലും പൂക്കളും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, അയ്യോ അതെന്തിനാ കമ്പയർ ചെയ്യുന്നത്, രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളല്ലേ. തോന്നല് ഒരു സാധനമാണ്, പൂക്കള് മറ്റൊരു സാധനമാണ്. പൂക്കൾ ചെയ്യുമ്പം എൻ്റെ മനസ്സിലെ ഇന്റൻഷൻ തന്നെ എന്തായിരുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുക. വളരെ നമ്മുടെ ചിലര് ഇട്ടിട്ടുണ്ട്, ഇപ്പം നിങ്ങളുടെ ഒരു വ്ളോഗ് കാണുന്ന പോലെ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇപ്പോ നമ്മളുമായിട്ട് മൊത്തത്തിൽ ബന്ധമില്ലാത്ത ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നില്ല എൻ്റെ ഇന്റൻഷനും. നമ്മളെ പോലത്തെ രണ്ട്, കാരണം ഈ മെയിൻ തോട്ട് തന്നെ എൻ്റെ ഉള്ളിലെ ഒരു തോട്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗ്സ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത് എനിക്കൊരു 10-60 വയസ്സാവുമ്പോൾ ഇരുന്ന് കാണാൻ വേണ്ടിയാണെന്ന് ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. അപ്പം ഇതിൽ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. ഇത് ശരിക്കും ഇപ്പൊ തോന്നലിന് എൻ്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുഡിനോടുള്ള ഇഷ്ടമാണ് മെയിൻ സിമിലാരിറ്റി. പക്ഷെ ഇത് ഞാൻ തന്നെയാണ്, ലൈക്ക് ഇതിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ്. ഇപ്പൊ എനിക്ക് ഒരു 75 വയസ്സ് വരെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇരുന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ രണ്ടമ്മമാര് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ ആ രണ്ട് കഥാപാത്രങ്ങൾ ഇങ്ങനെ അവരെ തന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ. എൻ്റെ iCloud സ്റ്റോറേജ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കാണ്, കാരണം അത്രയ്ക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പൂക്കളിൽ ഞാൻ ഇന്റന്റ് ചെയ്തതും അത് തന്നെയായിരുന്നു. നമ്മുടെ ലൈഫിലുള്ള പോലത്തെ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ച് വളരെ സ്ലൈസ് ഓഫ് ലൈഫ് ആയിട്ടുള്ള ഒരു സാധനം എടുത്തൊരു സിമ്പിൾ കഥേനെ എനിക്ക് പറ്റുന്നത്രയും ആർട്ട്ഫുൾ ആൻഡ് എസ്തെറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ കഥ പറയുക. അപ്പം പക്ഷേ ഐ ഗെറ്റ് ഇറ്റ്, തോന്നല് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതൊരു ഡിഫറെൻറ്റ് സാധനമായിരുന്നത് കൊണ്ടും ആയിരിക്കാം ആ കമ്പാരിസൺ വരുന്നത്. എൻ്റെ റിക്വസ്റ്റ് കമ്പയർ ചെയ്യരുത്, ഇതിനെ ഇതായിട്ട് കാണണം, അതിനെ അതായിട്ട് കാണണം. പക്ഷേ തോന്നലിനെ പുകഴ്ത്തി പറയുമ്പോഴും അവിടെ എന്നെ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് ഐ എം നോട്ട് ട്രൈങ് ടു കമ്പയർ. പക്ഷെ എനിക്ക് ഫോർ സം റീസൺ എനിക്ക് പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. മേ ബി അതിൽ ഒരുപാട് കുട്ടി കുട്ടി ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചിലർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ വർക്ക് ആയില്ല, പക്ഷെ വീണ്ടും വീണ്ടും കണ്ടപ്പോൾ എന്നുവെച്ചാൽ ചിലർക്ക് ഒരുപാട് പേർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇഷ്ടപ്പെട്ടു. ചിലർ പറഞ്ഞു ഫസ്റ്റ് ടൈം ജസ്റ്റ് നൈസ് എന്ന് തോന്നി, വീണ്ടും 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 കണ്ടപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം മേ ബി അങ്ങനെ തോന്നിയൊരു 1-2 പ്രാവശ്യം കണ്ടു നോക്കിയാൽ ചിലപ്പോൾ അത് വർക്ക് ആകണം. എനിക്കും പൂക്കളാണ് എന്തുകൊണ്ടോ തോന്നലിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം. വേറെ കമന്റ്, ഐ ബീൻ ട്രൈയിങ് ടു സിറ്റ് ആൻഡ് സ്റ്റഡി ഫോർ എ ലോങ് ടൈം നൗ ബട്ട് ദിസ് സോങ്സ് കീപ് ലൂപ്പിംഗ് ഇൻ മൈ മൈൻഡ്. പഠിക്കാനും കുട്ടികളെ സമ്മതിക്കുന്നില്ലേ ഇപ്പൊ ഈ പൂക്കൾ? വെക്കേഷൻ ടൈം അല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ഇറക്കിയത്. അത് ശരി. ആക്ച്വലി എനിക്ക് പൂക്കളുടെ സോങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തൊട്ട് എനിക്ക് സംതിങ് അബൌട്ട് ദറ്റ് സോങ് എന്ന് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. ഞാൻ കേൾപ്പിച്ച എല്ലാവർക്കും അത് തോന്നി. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദോസ് സോങ്സ് നമ്മൾ കൂടുതൽ 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 കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സോങ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കൂടുതൽ പേർക്ക് അങ്ങനെ തോന്നണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹൻസു സോഫാർ പൂക്കൾ എത്ര തവണ കണ്ടു കഴിഞ്ഞു? ഞാൻ അന്ന് അമ്മൂൻ്റെ കൂടെ പ്രിവ്യൂ ടൈം കണ്ടു. പിന്നെ ഞാൻ കൂടുതൽ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുറെ പേര് എന്നെ പറ്റി റീൽസ് വെച്ചിട്ട് ഞാനും ആ വീഡിയോസ് ഇങ്ങനെ കണ്ട് ഞാനും ഇവിടെ അങ്ങോട്ടൊക്കെ നടക്കും, പാട്ടൊക്കെ ഇങ്ങനെ പാടി നടക്കും. ഹൻസുവിന്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്തായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞിട്ട്? നന്നു പറയണം ഹൻസു സോ ഗുഡ്, നല്ല രസമുണ്ട്. അമ്മൂന്ന് പുകഴ്ത്തി പറഞ്ഞു, പക്ഷെ ഞാൻ കാണിക്കാൻ വിട്ടു. അവഹാന ചേച്ചിയുടെ ഡയറക്ഷൻ ഒക്കെ എന്ത് സൂപ്പറാണ്. അയാള് എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു അയാൾ ഇങ്ങനെ എടുത്ത് കുറെ മെസ്സേജ് ഒക്കെ പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, വെരി എസ്തെറ്റിക് ഇങ്ങനെ പറയാ. ഓഗസ്റ്റിൽ അഹാന വിവാഹിതയാകുന്നു എന്നൊരു സത്യം. കല്യാണം. അപ്പൊ അമ്മു എന്താണ് മറുപടി? കല്യാണം എന്ന് കേൾക്കുമ്പോ ഇതൊക്കെ ഒരു അമ്മയുടെ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ഡയലോഗ് എന്താണ്? ഒന്ന് പോയി തരും. Can you just leave me alone for a second? ഞാൻ ജനിച്ച് പുറത്ത് വന്ന് ആദ്യമായിട്ട് അമ്മയുടെ പാല് കുടിക്കുന്നുണ്ടപ്പോൾ അമ്മയും അച്ഛനും
ഇങ്ങനെ കണ്ണ് കളിപ്പോയി, ഈ കൊച്ചെന്താ ഇങ്ങനെ പാടിപ്പിക്കുന്നത്? ഇതെന്താ വല്ല പട്ടിണി കിടന്നിട്ട് വന്നേക്കോണം അങ്ങനെ. വൈദ്യരത്നം കുങ്കുമാതി തൈലം, കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം.